പ്രിയ ബാങ്ക് ഉദ്യോഗാർത്ഥികളെ, ബാങ്ക് പരീക്ഷയുടെ സീസണാണ് സമാഗതമായിരിക്കുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് ക്ലറിക്കൽ ഓഫീസർ തസ്തികകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി IBPS ക്ലാർക്ക് വരും, IBPS ഓഫീസേഴ്സ് വരും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലറിക്കൽ വരും. നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദശകത്തിലെ തന്നെ ഏറ്റവും വലിയ വേക്കൻസിയുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസേഴ്സ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കും. ഏതാണ്ട് 12,000-ൽ പരം വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ബാങ്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്ത് എന്ന ഒരു രീതിയിൽ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനൊരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാതെ ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി ബാങ്ക് പരീക്ഷാ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഏതാണ്ട് 14,000-ൽ പരം വിദ്യാർത്ഥികളെ ബാങ്ക് പരീക്ഷയ്ക്ക് എക്വിപ്പ് ചെയ്ത ഒരു സ്ഥാപനം, അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചയാളെന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്, ഇതാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുന്നവർ, പ്രത്യേകിച്ച് മലയാളികൾ, അവർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പഠിച്ചു തുടങ്ങുള്ളൂ. ഒരു ബാങ്ക് ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഉടനെ ഒരാവേശം കാണിച്ച് പഠിച്ചു തുടങ്ങും. ഇതാണ് 1-ാം നമ്പർ മിസ്റ്റേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ റിസൾട്ട് വരുമ്പോൾ അവർ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. പലപ്പോഴും 1-ാം റാങ്കിലൊക്കെ എത്തുന്നവരൊക്കെ 1-2 കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ ഈ തസ്തികകളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, 1 വർഷത്തെ IAS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ എന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, എന്നാൽ ഇപ്പോൾ നമുക്ക് വിജയിച്ച് കളയാം എന്ന് പറഞ്ഞല്ല ഒരു സീരിയസ് കാൻഡിഡേറ്റ് അത്തരം പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നത്. അതുപോലെ തന്നെ മത്സര പരീക്ഷ, ബാങ്ക് SSC പരീക്ഷകൾക്ക് പഠിക്കുന്നവരും പരീക്ഷയെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നമ്മൾ വരുത്തുന്ന 1-ാം നമ്പർ മിസ്റ്റേക്ക് ഏതാണ്? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ പഠനം തുടങ്ങുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഗ്രാജുവേറ്റ്സിൻ്റെ എംപ്ലോയബിലിറ്റി ലെവൽ വളരെ കുറവാണ്. അവർ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരും അതിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരുമാണ്. ഈ മാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു പരിധിക്കപ്പുറം നമ്മളുടെ ഭാവിയിൽ വലിയ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്നായിട്ട് പഠിക്കുമ്പോൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം, അത് വേറെ കാര്യം. എങ്കിൽ കൂടെ അത് ഒരു ഒറ്റമൂലിയല്ല, നമ്മളുടെ ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള ഒരു ഒറ്റമൂലിയല്ല. മത്സര പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് പ്രത്യേക രീതിയിലാണ്. നിങ്ങൾ BComനോ BTechനോ പഠിക്കുമ്പോൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വിപുലീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്പം സമയമെടുക്കും. പരീക്ഷ എന്ന് പറയുന്നത് ഇതൊരു മത്സര പരീക്ഷയാണെന്ന് ആലോചിക്കണം. ബൈ നേച്ചർ ഇറ്റ് ഈസ് കോമ്പറ്റിറ്റീവ്. മറ്റൊരാളെ തോൽപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരീക്ഷകൾക്ക് വിജയിക്കാൻ പറ്റൂ. നിങ്ങളൊരു അക്കാദമികമായ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ, BCom ആവട്ടെ, BTech ആവട്ടെ, BSc ആവട്ടെ, BA ആവട്ടെ പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റാരെയും തോൽപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളങ്ങ് ജയിച്ചാൽ മതി. മറ്റൊരാൾക്ക് 65% കിട്ടി, നിങ്ങൾക്ക് 60% കിട്ടി, രണ്ടുപേരും ജയിച്ചു. എന്നാൽ മത്സര പരീക്ഷയ്ക്ക് തോൽപ്പിച്ച് മാത്രമേ വിജയിക്കാനാകുള്ളൂ. അപ്പോൾ ബൈ ഡിഫോൾട്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ട രീതികൾ തന്നെ വ്യത്യസ്തമാണ്. ഒന്നാമനാകാനുള്ള ഒരു ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പ്രിപ്പയർ ഏർലി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, എങ്കിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ 2024-25 വർഷത്തെ പരീക്ഷകളിലേക്ക് ഇപ്പോഴും തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രിപ്പയർ തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വിജയിക്കാനാകും. ഇനി ഡിഗ്രി ഫൈനൽ ഇയർ അല്ലെങ്കിൽ PG ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഓൺലൈൻ കോഴ്സിലൊക്കെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാകട്ടെ. ഇങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ വിജയിക്കുന്നത്. അവർ ഗ്രാജുവേഷൻ്റെ അവസാന വർഷം തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചു തുടങ്ങും. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ പൂർണ്ണമായും ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് അവർ ജോലിക്ക് വേണ്ടി പഠിക്കും. എല്ലാവരും ഉടനെ ഓട്ടോമാറ്റിക്കലി PGക്ക് പോകുന്ന രീതി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മത്സര പരീക്ഷകളെല്ലാം വിജയിക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലായി വിജയിക്കുന്നത്. ഇതിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മളും പരീക്ഷകളെ ആൻറ്റിസിപ്പേറ്റ് പഠിക്കുന്ന ഒരു കാലം ഉണ്ടാകണം. സോ എൻ്റെ 1-ാമത്തെ പീസ് ഓഫ് അഡ്വൈസ് ഇതാണ്: പരീക്ഷ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. എത്ര കാലം പഠിക്കണം എന്നത് മറ്റൊരു ചോദ്യമാണ്. കുറച്ച് കാലം പഠിക്കേണ്ടി വരും. നിങ്ങളുടെ +1 +2 2 കൊല്ലം പ്രിപ്പയർ ചെയ്യുന്നു, ചിലവഴിക്കുന്നു. നിങ്ങളുടെ ഗ്രാജുവേഷന് 3 കൊല്ലമോ അല്ലെങ്കിൽ 4 കൊല്ലമോ നിങ്ങൾ ചിലവഴിക്കുന്നു. ചിലർ PGക്ക് പോകുന്നവർ വീണ്ടും 2 കൊല്ലം ചിലവഴിക്കുന്നു. പക്ഷേ ജോലി കൃത്യം 6 മാസം എന്ന് ശഠിക്കരുത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ ബാങ്ക് ജോലിക്കാണ് പഠിക്കേണ്ടതെങ്കിൽ ബാങ്ക് ജോലി കിട്ടുന്നതുവരെ പഠിക്കുക. തീർച്ചയായും നമുക്ക് കിട്ടും.
ഓർക്കേണ്ട ഒരു കാര്യം, പരീക്ഷയുടെ നിലവാരം നമ്മളുടെ നിലവാരത്തിലേക്ക് താന്നു വരില്ല. പകരം നമ്മൾ പരീക്ഷയുടെ നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. അതിന് കൃത്യമായി പഠിച്ചേ പറ്റുള്ളൂ. കുതിരകളെ മത്സരങ്ങൾക്ക് പായിക്കുന്നത് അവരുടെ കണ്ണുകൾ രണ്ട് വശത്തും മറച്ചുകൊണ്ടാണ്. ഫോക്കസ്, ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യുക എന്നത്. അതുപോലെ കുതിരകളെ പോലെ ഓടുക. അങ്ങനെയുള്ളവർക്കാണ് ഈ പരീക്ഷകളിൽ വിജയം വരുന്നത്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകരുത്. ഇനി രണ്ടാമത്തെ കാര്യം, എക്സാമിനേഷൻ്റെ സിലബസ് എന്തെന്ന് മനസ്സിലാക്കുക. നമ്മൾ കാട് കയറി പഠിച്ചു പോകരുത്. എക്സാമിൻ്റെ സിലബസ് ഉണ്ട്. ബാങ്ക് പരീക്ഷയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കണക്ക്, റീസണിങ്, യുക്തിപരിശോധന, ജനറൽ അവയർനെസ്, പൊതുവിജ്ഞാനം, ജനറൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പരിജ്ഞാനം, ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് പൊതുവിലുള്ളത്. ഈ സബ്ജക്റ്റ് ഈ ബാങ്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ നിലവാരത്തിൽ വേണം പഠിച്ച് മുമ്പോട്ട് പോകാൻ. അതുതന്നെ പ്രിലിംസും മെയിൻസും ഉണ്ട്. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ആദ്യം തന്നെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി പാരലലി പഠിച്ചു പോകുന്നതാണ് നല്ലത്. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കാം എന്ന് കരുതുന്നത് നമുക്ക് അത് മൗഢ്യമായിരിക്കും. അത് നമുക്ക് പ്രിലിമിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് സമയം നമുക്ക് ലഭിക്കാറില്ല. അപ്പോൾ പ്രിപ്പറേഷൻ റൈറ്റ് പേസ്ഡ് ആയിരിക്കണം. എല്ലാ സബ്ജക്റ്റിലും കൃത്യമായി തൊട്ടുകൊണ്ട് റൈറ്റ് പേസ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പൊതുവിൽ കണക്ക് പലർക്കും അല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ മത്സര പരീക്ഷയുടെ കണക്കുകൾ. അത് പഠിക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മൾ കോളേജുകളിലോ സ്കൂളുകളിലോ പരിശീലിച്ച രീതിയിലല്ല. വേഗതയും കൃത്യതയും, അല്ലെങ്കിൽ കൃത്യതയും വേഗതയുമാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ആവശ്യം. എപ്പോഴും ഒരു കണക്ക് ചെയ്താൽ നമ്മൾ കൃത്യതയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. വേഗത നമുക്ക് പിറകെ വരും, പ്രൊവൈഡഡ് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഞാനിവിടെ പഠിക്കാൻ വരുന്നവരത്തെല്ലാം ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കുക, സ്ക്വയർസും ക്യൂബ്സും ഒക്കെ പഠിക്കുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫോമുലേസ് എല്ലാം കമ്പൈൽ ചെയ്ത് കൊടുക്കും, അതെല്ലാം കാണാതെ പഠിക്കുക എന്ന് പറയും. അക്കങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ടേബിൾസ് പഠിക്കുക എന്നത്, സ്ക്വയർസും ക്യൂബ്സും പഠിക്കുക എന്നത്. ഇത് നല്ലതുപോലെ പഠിച്ച് ഏതുറക്കത്തിലും പറയാൻ കഴിയാവുന്ന രീതിയിൽ പഠിക്കുന്നവർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, കണക്ക് കൂട്ടുന്ന ആ ഭാഗം വളരെ എളുപ്പമായി വരും. അതുകൊണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് സെക്ഷൻ വൈസായിട്ട് തന്നെ ആദ്യം പഠിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, വർക്ക് എന്ന കോൺസെപ്റ്റ് എന്താണ്, ഡിസ്റ്റൻസ്, സ്പീഡ് എന്താണ്, ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അത് നന്നായി സെക്ഷൻ വൈസായിട്ട് പ്രാഥമികമായിട്ട് തന്നെ പഠിക്കുക. ഞങ്ങളിവിടെ വരുന്നവർക്കും അതുതന്നെയാണ് ശ്രമിക്കുന്നത്. വളരെ ഫണ്ടമെൻ്റലായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അവരതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യും. പിന്നെ ഡിഗ്രി ഓഫ് ടഫ്നെസ്, എക്സാമിനേഷൻ ഡിഗ്രി ഓഫ് ടഫ്നെസ്, ചോദിക്കുന്ന ചോദ്യങ്ങളുടെ, പഠിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഡിഗ്രി ഓഫ് ടഫ്നെസ് പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ അവർ ഏതാണ്ട് ഒരു ലെവൽ ഓഫ് കോമ്പിറ്റൻസ് എത്തിച്ചേരും. പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, വിവിധ തരത്തിലുള്ള ഡേറ്റകൾ, പൈ ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഫ്ലോ ചാർട്ടുകൾ, ഡേറ്റ ഷീറ്റുകൾ, ഇതെല്ലാം വിവിധ തരത്തിലുള്ള, അതിൻ്റെ തന്നെ കോമ്പിനേഷൻ ഡേറ്റ, ഇതെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പരീക്ഷയുടെ സിലബസിനപ്പുറം പോയി ഒന്നും പഠിക്കരുത്. പരീക്ഷയുടെ സിലബസിനുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ മാസ്റ്റർ ക്ലാസ് ആയിരിക്കുകയും വേണം. അടുത്തത് നമ്മൾ റീസണിങ് എങ്ങനെയാണ്? പൊതു യുക്തി എന്ന് പറയുന്നത്, ഇത് ഞാൻ എപ്പോഴും കരുതുന്നത് ചില ഗൈഡൻസ് നമ്മൾ കൊടുക്കാം. പക്ഷേ ബാക്കി നമ്മൾ സ്വന്തമായി, കുട്ടികൾ നല്ല മെത്തഡുകൾ, അവരുടേതായ മെത്തഡുകൾ ഉണ്ടായിക്കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ലീഡിൻ്റെ പുറത്തായിരിക്കാം. നമ്മൾ ചില ലീഡുകൾ നൽകുന്നു, അതിനെ അവർ കുറച്ചുകൂടെ ഹോണപ്പ് ചെയ്ത്, കുറച്ചുകൂടെ അവരെ ഹോൺ ചെയ്ത് ഭംഗിയാക്കി അവരുടേതായ മെത്തഡുകളാക്കി മാറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും സിലബസിന് ഉള്ളിൽ നിന്ന് പഠിക്കുക എന്നത് സുപ്രധാനം. ഇനി ഇംഗ്ലീഷ് പരിജ്ഞാനം. ഇംഗ്ലീഷ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ ബാങ്ക് പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് ഒരു ക്വാളിഫയിങ് സബ്ജക്റ്റ് മാത്രമായിരുന്നു. ഈവൻ ഫോർ ദ സിവിൽ സർവീസ് അതിപ്പോഴും ക്വാളിഫയിങ് ആണ്. ക്വാളിഫൈ ചെയ്താൽ മതി. ഒരു മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് മതിയാകും. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുന്നത്? ഗ്രാമർ പഠിക്കുക എന്നതല്ല ഇംഗ്ലീഷ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഗ്രാമർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനേക്കാളുപരി നമ്മളുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ, നമ്മുടെ അഡാപ്റ്റബിലിറ്റി ടു ടോപ്പിക്കൽ നോളജ്, ഇതെല്ലാം പ്രധാനമാണ്. പലപ്പോഴും ഇംഗ്ലീഷിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല കുട്ടികൾക്ക് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. അവരുടെ ടോപ്പിക്കൽ നോളജ് പരിമിതമായതുകൊണ്ടാണ്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്ത്യയുടെ 2024 ബജറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ അറിവിനൊത്ത് സംസാരിക്കുമായിരിക്കും. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ബാംഗ്ലാദേശ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ സംസാരിക്കും. ഏതൊക്കെ ഭാഷയിൽ? മലയാളത്തിൽ സംസാരിക്കും, ഇംഗ്ലീഷിലും സംസാരിക്കാൻ എനിക്ക് കഴിയും.
എന്നാൽ ഇത് ഫ്രഞ്ചിലോ ജർമ്മനിലോ സ്പാനിഷിലോ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് ഈ ഭാഷകൾ അറിയില്ല. അപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ, കേട്ടാൽ മനസ്സിലാക്കണമെങ്കിൽ, എഴുതണമെങ്കിൽ, വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഭാഷ അറിയണം. ഒന്ന്, ഭാഷ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. എൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു കാർഡിയാക് സർജറിക്ക് മുമ്പേ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് മലയാളത്തിലും പറയാനറിയില്ല, ഇംഗ്ലീഷിലും പറയാനറിയില്ല, ഒരു ഭാഷയിലും പറയാനറിയില്ല. കാരണം എനിക്ക് ആ ടോപ്പിക്കിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായും അജ്ഞനാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ പറയണമെങ്കിലോ കേട്ട് മനസ്സിലാക്കണമെങ്കിലോ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിലോ നമുക്ക് ഒന്ന് ഭാഷ അറിയണം, രണ്ട് ആ ടോപ്പിക്കിനെക്കുറിച്ച് അറിയണം. ടോപ്പിക്കിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമ്മളുടെ കോംപ്രിഹെൻഷൻ വളരെ ഫാസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളുടെ അറിവിൻ്റെ പരിമിതികളുടെ ആ സീമകൾ കടന്ന് വി ഷുഡ് ബിക്കം എ പേഴ്സൺ വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വായിക്കുക. അപ്പോൾ നമ്മളുടെ അറിവിൻ്റെ വ്യാപ്തി, നമ്മളുടെ താല്പര്യങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കും. ഈ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്, താല്പര്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. അത് വായനയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ എല്ലാവരുടെയും ആവശ്യപ്പെടുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ വരുത്തി വായിക്കുക, പറ്റുമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പേപ്പർ വരുത്തി വായിക്കുക. പലപ്പോഴും കുട്ടികൾക്കിടയിൽ ഒരു താല്പര്യക്കുറവുണ്ട്. എത്ര പറഞ്ഞാലും അവർ വായിക്കാനുള്ള താല്പര്യം അവർ കാണിക്കാറില്ല. ഇനി അതുപോലെ എല്ലാ ദിവസവും 2 പേജ് എഴുതുക. അപ്പോൾ ചോദിക്കുക, എന്തെഴുതും? എന്തും എഴുതിക്കോളൂ. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ നമ്മളുടെ പേഴ്സണൽ ടോപ്പിക്കുകൾ, എക്സ്കേർഷൻ, മൈ അംബിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാട്ട് ഐ വോണ്ട് ടു ബി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. 1-2 ദിവസം അത് എഴുതി കഴിയുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ച ടോപ്പിക്കുകളെക്കുറിച്ച്, പത്രം വായിക്കുക, നന്നായി വായിക്കുക. നമുക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ടോപ്പിക്ക് ഒരു തവണയും കൂടെ വായിക്കുക, മാറ്റിവെക്കുക, നമ്മളുടെ ഭാഷയിൽ എഴുതുക. തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നിരന്തരമായി എഴുതുകയാണെങ്കിൽ ഒരു വശത്തോടെ നമ്മളുടെ ലാംഗ്വേജ് കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്ത് വരും. ഒരു ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റാണ് ഈ പരീക്ഷകളെല്ലാം, അല്ലാതെ നിങ്ങളുടെ ഗ്രാമർ ടെസ്റ്റ് അല്ല. ഒരു ഫങ്ഷണൽ ഇംഗ്ലീഷ്, എത്രത്തോളം നിങ്ങളുടെ ഇംഗ്ലീഷ് ഫങ്ഷണലി നല്ലതാണ് എന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് വായനയിലൂടെയും ഒക്കെ മാത്രമേ പറ്റുള്ളൂ. എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് ഒരു BBC ന്യൂസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുക. എല്ലാ ദിവസവും 2-2.5 മണിക്കൂർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക. എല്ലാ ദിവസവും 2 പേജ് എഴുതുക. നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ ഇംഗ്ലീഷ് എന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഏറ്റവും രസകരമായി തോന്നും. നിങ്ങൾക്ക് ആദ്യമായി യു വിൽ ഫീൽ ദാറ്റ് യെസ് യു ആർ ഗെറ്റിംഗ് എ ഗ്രിപ്പ് ഓവർ ദ ലാംഗ്വേജ്. അതുതന്നെയാണ് ഇത്തരം പരീക്ഷയ്ക്ക് വേണ്ടത്. ഇനി ഞാൻ എപ്പോഴും ഇവിടെ വരുന്നവരത്ത് പറയും, നമ്മളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നവരത്ത് പറയും, നിങ്ങളുടെ കണക്കും റീസണിങ്ങും ഒരു 2 മാസം കൊണ്ട് നിങ്ങൾ മാസ്റ്റർ ക്ലാസ് ആകും. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലും ജനറൽ അവയർനെസ്സിലുമായിരിക്കും. പൊതുവിജ്ഞാനം എന്നത് അത്ര പൊതുവായ കാര്യമല്ല. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരു പരന്ന വായന എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ ഫോക്കസ് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക എന്നതാണ്. എന്നാൽ മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതായി വരും. നിങ്ങൾ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, യു ഷുഡ് ബിക്കം എ പേഴ്സൺ വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ താല്പര്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പത്രം വായിക്കുക. ഒരു സ്റ്റാൻഡേർഡ് ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ ഡെയിലി ഡയറി ഓഫ് ഇവൻസിനായിട്ട് വയ്ക്കുക. ഒരു ഡയറി എഴുതുക എല്ലാ ദിവസവും. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ന്യൂസ് പേപ്പർ അതുപോലെ പകർത്താനല്ല ഞാൻ പറയുന്നത്, സിനോപ്സിസ് ആയിട്ട് നിങ്ങളുടെ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ചോദിക്കും, എന്തെഴുതും? പൊതുവിൽ പറയാവുന്നത് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ എഴുതുക. പത്രം വായിച്ചിട്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഫോർ എക്സാമ്പിൾ, സേ എ പൊളിറ്റിക്കൽ ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ബാംഗ്ലാദേശ്. ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ രാഷ്ട്രീയമായ ചില സംഭവ വികാസങ്ങളുണ്ടായി. അപ്പോൾ ഉടനെ ആ ന്യൂസ് നമ്മളുടെ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജ് കീഴടക്കുന്നു. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ സംഭവിച്ചത്, ആരാണ് ഭരിച്ചത്, ഏത് പാർട്ടിക്കാരിയാണ് ഭരിച്ചത്, അവരെത്ര കാലമായി ഭരിക്കുന്നു, അവരെത്ര ടേമായി ഭരിക്കുന്നു, ഇപ്പോൾ ഒരു പുതിയ ഭരണമാറ്റമുണ്ടാകുന്നു, ഒരു ഇൻറ്ററിം ഗവൺമെൻറ് ഉണ്ടാകുന്നു, അതിനെ ഹെഡ് ചെയ്യുന്ന ആരാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ബുള്ളറ്റ് പോയിന്റുകളിട്ട് മനസ്സിലാക്കി എഴുതി വയ്ക്കുക. ഇത് വളരെ വളരെ ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. ദ ബിഗസ്റ്റ് സ്പോർട്സ് എക്സ്ട്രവഗൻസ ഒളിമ്പിക്സ് ഈസ് ബീങ് ഹെൽഡ് ഇൻ പാരീസ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ് മാമാങ്കം, കായിക മാമാങ്കം നടക്കുന്നു പാരീസിൽ. നമ്മളിതിനെക്കുറിച്ച് അറിയണം. നമ്മളുടെ മെഡൽ ജേതാക്കൾ ഏതൊക്കെയാണ്,
അവരേതൊക്കെ മേഖലയിലാണ് മെഡൽ നേടിയത്, അതുപോലെ ഒന്നാം സ്ഥാനത്ത് വന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയതാരാണ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ മാസ്കട്ട് ഭാഗ്യചിഹ്നം, ഈ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം അതിൻ്റെ പേരെന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മൾ ഡെയിലി നോട്ടുകളിൽ എഴുതി വയ്ക്കണം. ഇങ്ങനെ കുറച്ചു കാലം ജീവിക്കുക, കണക്ക് ചെയ്ത് റീസണിങ് ചെയ്ത് ഇംഗ്ലീഷ് അഭിവൃദ്ധിപ്പെടുത്തി പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തി കുറച്ചു കാലം ജീവിക്കുക. ലിവ് എ ബാങ്ക് ടെസ്റ്റ് ലൈഫ്. അങ്ങനെ പഠിക്കുന്നവർക്കാണ് വിജയമുണ്ടാകുന്നത്. ആരും തന്നെ വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ് ഈ പരീക്ഷകൾ വിജയിക്കുന്നില്ല. വിജയമെന്ന കാര്യം ആരിലാണെങ്കിലും കാണാൻ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ആ വിജയത്തിൻ്റെ പിറകിലെ അത്യധ്വാനമാണ് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത്. അധ്വാനിക്കാൻ സന്നദ്ധതയോടെ വരുന്ന ആർക്കും തന്നെ ഈ പരീക്ഷകളിൽ വിജയം വരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ 30 കൊല്ലത്തെ അധ്യാപനം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 14,000-ൽ പരം ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡ്രീം ജോബ്, സ്വപ്ന ജോലി നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എനിക്കും എൻ്റെ കൊച്ചു സ്ഥാപനത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ആ കുട്ടികൾക്കാണ് പോകുന്നത്. അധ്യാപകന്മാർക്കോ സ്ഥാപനങ്ങൾക്കോ ഒരു ചൂണ്ടുവലകയായി മാത്രം വർത്തിക്കാനേ കഴിയുള്ളൂ. ഗോ ദിസ് വേ, ഈ വഴിയിലൂടെ പോവുക, ഈ വഴിയിലൂടെ മുന്നേറുക എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ആ വഴിയിലേക്ക് പോകേണ്ടത് വിദ്യാർത്ഥികളാണ്. യു ക്യാൻ ഡ്രാഗ് എ ഹോഴ്സ് ടു എ പൂൾ ഓഫ് വാട്ടർ ബട്ട് യു ക്യാൻ നോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. ഒരു കുതിരയെ വലിച്ചഴിച്ച് വെള്ളത്തിനടുത്ത് കൊണ്ടുവയ്ക്കാം, കുടിപ്പിക്കാൻ പറ്റില്ല. അതിന് കുതിര തന്നെ വിചാരിക്കണം. ഒരു വില്ലിംഗ് ഹോഴ്സായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, വിജയം എത്തുന്നതുവരെ പഠിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർ ഇത്തരം പരീക്ഷകൾ പരാജയപ്പെടാറില്ല. അവർ വിജയം വരിക്കും. ഒന്നല്ല പല ജോലികൾ അവർക്ക് കിട്ടും. ഞാൻ എൻ്റെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് ഭാവിയിൽ ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദിതമാകുമെന്ന് കരുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.